ദൈവനാമം മാത്രപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കോട്ടയം മിത്രാസനത്തിലെ സീനിയറായിരിക്കുന്ന പുരോഹിതൻ, നമ്മെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നവനും നമ്മെ സ്നേഹിക്കുന്നവനുമായ ഒന്നിനായ കുര്യന്നൂർ തോമസ് അബ്രഹാം എപ്പിസ്കോപ്പ അമേരിക്കയിൽ വെച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ വിവരം നിങ്ങളേവരും ഇതിനോടകം അറിഞ്ഞിരിക്കുമല്ലോ. ഇവിടെയുള്ള ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന സമയത്ത് അല്പസമയം തന്റെ ബന്ധുക്കളോടൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലുള്ള ഒന്ന് രണ്ട് വിശുദ്ധ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ അമേരിക്കയിലേക്ക് പോയത്. അച്ഛൻ അവിടെ ചെന്ന് കാണേണ്ടവരെല്ലാം കണ്ടു. ദേവാലയങ്ങളിൽ ആഗ്രഹിച്ച ദേവാലയങ്ങളിൽ വിശുദ്ധ ബലി അർപ്പിച്ചു. ഇപ്പോൾ അവിടെ വെച്ച് തന്നെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുകയാണ്. വന്ദനായ അച്ഛന്റെ വിയോഗം നമുക്ക് വേദനയാകുന്നുവെങ്കിലും അതൊരു ദൈവനിയോഗമായിട്ടാണ് ബലഹീനമായി ഞാൻ കാണുന്നത്. മലങ്കര സഭയെ പല രീതികളിൽ ശുശ്രൂഷിച്ച ഒരു വൈദികനാണ്. കോട്ടയം മിത്രാസനത്തിലും തിരുവനന്തപുരം, കൊല്ലം തുടങ്ങി സഭയുടെ വിവിധ മിത്രാസനങ്ങളിലും ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പയ്ക്ക് ഇടയായിട്ടുണ്ട്. കോട്ടയം പഴയ സെമിനാരിയുടെ മാനേജരായും കുറച്ചുകാലം സേവനം അനുഷ്ഠിക്കുവാനുള്ളതായ ഭാഗ്യം ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പായും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മയും എനിക്ക് ഗുരുക്കളാണ്. കുണ്ടറ MBD ഹൈസ്കൂളിൽ രണ്ടുപേരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നഷ്ടമായിരിക്കുന്നത് രണ്ട് ഗുരുക്കളെയാണ്. എങ്കിലും അവരുടെ മധ്യസ്ഥകളും പ്രാർത്ഥനയും കൂടെ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവരുടെ ഈ വാങ്ങിപ്പ് പ്രത്യാശ കൂടിയാണ് ഞാൻ കാണുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയ സ്തുത്യർഹമായ സേവനങ്ങളെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. തുടർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അദ്ദേഹം മധ്യസ്ഥ അനയ്ക്കട്ടെ എന്ന് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛന്റെ ഭൗതിക ശരീരം അമേരിക്കയിൽ നിന്ന് ശവസംസ്കാരത്തിന് വേണ്ടി കോട്ടയത്തുള്ള മീനടം സെന്റ് ജോർജ് പള്ളിയിലേക്ക് എത്തുവാൻ ഉള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് വന്യ എപ്പിസ്കോപ്പയുടെ ഭൗതിക ശരീരം എത്തുമ്പോൾ നാം എല്ലാവരും ഒന്നിനെ അച്ഛന്റെ ഭൗതിക ശരീരം സ്വീകരിച്ച് മനോഹരമായ ഒരു യാത്രയേക്ക് സ്വർഗത്തിലേക്കുള്ളത് ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പയ്ക്ക് നാം നൽകണം. അതിനുവേണ്ടി എല്ലാവരും തുടർന്നും പ്രാർത്ഥിച്ച് ഒരുക്കത്തിൽ ഇരിക്കണം. അച്ഛന്റെ മധ്യസ്ഥരും പ്രാർത്ഥനകളും തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാകും. അച്ഛൻ ഒരുക്കത്തോടുകൂടിയാണ് പോയത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അച്ഛന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ 50 വർഷം പൂർത്തീകരിച്ചപ്പോൾ വിശുദ്ധ ബലിയർപ്പണത്തിൽ എന്നോടൊപ്പം സഹകാർമ്മികനാവുകയും തുടർന്ന് നടന്ന അനുമോദന മീറ്റിംഗിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് സരസമായിട്ടാണെങ്കിൽ പോലും മനോഹരമായി വർണ്ണിക്കുകയും ചെയ്തത് മറക്കാറായിട്ടില്ല. അത് തന്റെ യാത്രയ്ക്കുള്ള ഒരു പ്രത്യേക ഒരുക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. തന്നെ സ്മരിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിൽ ചില പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചു വെച്ചിട്ടാണ് ആ ദിവസം അവിടെ നിന്ന് പോയത് എന്ന് ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു. അമേരിക്കയിലാണെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരണവും തൈലാഭിഷേകവും ഒക്കെ സ്വീകരിച്ച് മരണസമയത്ത് നമ്മുടെ അവിടെയുള്ള വൈദികർ അടുത്തു നിന്ന് ഒരുമിച്ച് പ്രാർത്ഥന നടത്തിയാണ് അച്ഛനെ ദൈവസന്നിധിയിലേക്ക് യാത്ര അയച്ചിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് ബലഹീന എനിക്കും അച്ഛനോട് കുറച്ചു നേരം വീഡിയോ വഴി ചെലവഴിക്കാൻ ഇടയായി. ദൈവനിയോഗമായി ഇതിനെ കാണുന്നു. കൃത്യമായ ഒരുക്കങ്ങൾ നടത്തി ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന വന്യനായ അച്ഛന് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടുകൂടി അന്ത്യാഞ്ജലികൾ സമർപ്പിക്കുന്നു. അച്ഛന്റെ സംസ്കാര ശുശ്രൂഷ മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ അമേരിക്ക മുതൽ കോട്ടയം വരെ കൃത്യമായി നടക്കുവാൻ ദൈവത്തിന്റെ കൃപ ധാരാളമായി ആഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് വന്ദനായ അച്ഛനെ ദൈവസ്ഥനിലേക്ക് അയക്കാം. അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. മധ്യസ്ഥയിൽ നമുക്ക് ഭയം പ്രാപിക്കാം. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.